നമ്മളെ ശരീരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു അവയവമുണ്ട്. എന്താണെന്നറിയോ? അറിയുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്തോളി. അപ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു അടിപൊളി സാധനമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇത്ര കാലം എങ്ങനെയാണോ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ കാണാം അതിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ, പ്രഭാകരൻ സാറ്. ഞാൻ പ്രഭാരേട്ടാന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 27 വർഷം വിദേശത്ത് ജോലി ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള എന്തായിരുന്നു അതിൻ്റെ ഒരു ഇത്? നമ്മളൊരു യാതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് നമ്മുടെ സമൂഹത്തിനും കൂടി ഗുണമുള്ളതായിരിക്കണം. അപ്പോൾ എവിടെയെങ്കിലും ആൾക്കാർ അജ്ഞതയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. അതാണ് നമുക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞു വന്നത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യമാണ് കേട്ടോ. സംഗതി സാറിന് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അല്ലേ? അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എഡിനോറയ്ക്ക് 3 വേരിയന്റ് ആണുള്ളത്. ഒന്ന് എഡിനോറ കിഡ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മിക്കവാറും ടൂത്ത് പേസ്റ്റ് വിഴുങ്ങും. അപ്പോൾ നമ്മുടെ ടൂത്ത് പേസ്റ്റ് വിഴുങ്ങിയാൽ കുഴപ്പമില്ലാത്തൊരു ടൂത്ത് പേസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ കിഡ്സ്, നമ്മൾ ആരും കൺസിഡർ ചെയ്യാത്ത, എനിക്ക് ആ മാതാപിതാക്കളോടും ആ കുട്ടികളോടും പ്രത്യേക വാത്സല്യമാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പേസ്റ്റാണ് കിഡ്സ്. എഡിനോറ സെൻസിപ്രോ എസ്പെഷ്യലി അത് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂണ്ട് ഹീലിംഗ് പൂർണ്ണമാക്കുക, അതായത് വരുന്ന മുറിവുകളൊക്കെ ഇല്ലാതാക്കുക. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ഉമിനീര് ഉൽപ്പാദനം കുറഞ്ഞു പോകും. അപ്പോൾ അവിടെ ഫംഗസിൻ്റെ ആക്രമണം കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നമ്മുടെ ക്യാൻസറസ് പേഷ്യൻറ്റിന് എന്താ സംഭവിക്കുന്നത്? അവർക്ക് കീമോതെറാപ്പി മറ്റുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഈ ഫംഗസിൻ്റെ അതിപ്രസരം കൊണ്ടാണ് അവിടെ ചെറിയ മുറിവുകൾ വരുന്നത്. അപ്പോൾ വൂണ്ട് ഹീലിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള, അത് ഡയബറ്റിക് ആയാലും ശരി, ഈ തരത്തിലുള്ളവരായാലും ശരി, മറ്റ് മോണയിലും മറ്റ് രോഗങ്ങളോ മറ്റോ ഉള്ളവരായാലും ശരി, അവർക്കൊക്കെ തന്നെ ഇത് വളരെ ഫലപ്രദമായൊരു ഒരുപാട് ഉപകാരമുണ്ട്. എല്ലാവരും പറയാണ് ആയുർവേദിക് ആണ്, ഞങ്ങൾ 100% നാച്ചുറലാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉണ്ടാവുമല്ലോ. എഡിനോറയും പറയുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അതിനുള്ള ആൻസർ മിസ്റ്റർ ഹക്കീം തന്നെ നേരത്തെ പറഞ്ഞു. താങ്കൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് തന്നെ എന്ത് ചേർന്നിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ അങ്ങനെ പറയുന്ന സാധനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഈ ആൾക്കാർ തന്നെ വിലയിരുത്തേണ്ടതാണ്. ഇതിനകത്ത് കാൽസ്യം കാർബണേറ്റ്, സോർബിറ്റോൾ, സോഡിയം ലൈറൽ സൾഫേറ്റ്, ട്രൈക്ലോസൻ തുടങ്ങിയ യാതൊരുവിധ സാധനങ്ങളും കാണില്ല. അപ്പം നിങ്ങൾ ഈ ആയുർവേദമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആ സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു എഡിനോര വാങ്ങിക്കുക, ഒരു സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന വാങ്ങിച്ചിട്ട് രണ്ടും വായിച്ച് നോക്കുക, കണ്ണ് തുറക്കുക എന്നുള്ളതാണ് അല്ലേ എന്നോടടക്കം പറയാനുള്ളത്. പക്ഷേ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നീം ടൂത്ത് ബ്രഷാണ്. അതായത് നീം വുഡിൽ നമ്മൾ ചാർക്കോയിൽ ഇൻഫ്യൂസ് ചെയ്ത ബ്രിസിൽ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റാണ്. ഇപ്പം നമ്മൾ പല്ലിങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് മോഷനിൽ ഇവിടെ ക്ലീൻ ചെയ്യും, തിരിച്ചും ക്ലീൻ ചെയ്യും, ഇവിടെ ചെയ്യും. ഈ പല്ലിന് 5 വശമുണ്ടേ, 3 വശം ഇപ്പം ക്ലീൻ ആവുന്നുള്ളൂ. ഈ 2 വശമാണ് പ്രശ്നം. മനസ്സിലായല്ലേ? അപ്പം നമ്മൾ അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ ഡെന്റൽ ഫ്ലോസ് ഹോൾഡറാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും ഹാൻഡിയും ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു ഡെന്റൽ ഫ്ലോസ് ഇതുവരെ ഇല്ല. എഡിനോറ ഇപ്പം നിർമ്മിച്ചിരിക്കുന്നതാണ്. ഞാനിത് കഴിഞ്ഞ 35 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്കിതിനെക്കുറിച്ച് കാര്യമായ ബോധമൊന്നും പണ്ടില്ലായിരുന്നു. എനിക്ക് മോണരോഗത്തിലേക്ക് ഞാൻ എത്തി. അതിൽ നിന്നാണ് ഞാൻ തിരിച്ചു വന്നത്. ഇന്ന് എൻ്റെ ഒരു പല്ലിനും ഒരു കേടും ഇല്ലാണ്ട് 32 പല്ലുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് PTFE മെറ്റീരിയലുള്ള നല്ല ഒരു മെറ്റീരിയലുണ്ട്. വളരെ നല്ല മെറ്റീരിയലാണ്. ഏകദേശം ഈ നീളം നമ്മളിങ്ങനെ ഇവിടെ മുറിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. മുറിച്ചെടുത്തിട്ട് നമുക്കിതാ ഇവിടെ ഒരു ചെറിയ നോബുണ്ട്. ഇതിലിങ്ങനെ കെട്ടുക. ഇതിനൊന്നും വലിയ സമയമൊന്നും വേണ്ട. ഇതാ ഇങ്ങനെ പിടിക്കുക, ഇതിനെ ഒന്ന് ഇവിടെ പിടിക്കുക. ഓക്കെ, റെഡി ടു യൂസ്. ഓക്കെ, നമ്മുടെ ഈ പല്ലുകളുടെ ഇതാ ഈ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ എല്ലാ പല്ലിൻ്റെ ഇടയും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മിനിമം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 99% നമ്മുടെ പല്ല് ക്ലീനായി. നമുക്ക് ഒരു അസുഖം വരില്ല. നമുക്ക് അസുഖങ്ങളെ മാറ്റി നിർത്താം. ഞാൻ തീരുമാനിച്ചിട്ടോ ഇത് ഉപയോഗിക്കാൻ. കാരണം കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് എനിക്ക് ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്തത് ഇതിൻ്റെ പാക്കിംഗ് ആണ്. ഭയങ്കര ക്വാളിറ്റി പാക്കിങ്. പിന്നെ രണ്ടാമതൊരു പോയിന്റ് എനിക്ക് വന്നത്, എപ്പോഴും ഒരു ബിസിനസ്സുകാരെ അവർ ആകർഷിപ്പിക്കാനാണ് ശ്രമിക്കുക. സാറ് പറഞ്ഞത് ഇതിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല, അവർ റിജക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. കാരണം എന്നിട്ടത് അവരെ
മാതാപിതാക്കൾ ഉപയോഗിപ്പിക്കണം. അത്രയും കോൺഫിഡൻസിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നാട്ടുകാർ അറിയണം എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ്. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.